Watch India's largest kids library only on Jio Hotstar. Download the app now. എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ട് പറയുകയാണ്, ഫുർഫുരി നഗര നിവാസികളെ, ഫുർഫുരി നഗരത്തിൽ നമ്മൾ നടത്താൻ പോവുകയാണ് ഫുർഫുരി നഗർ ഡ്രോയിങ് കോമ്പറ്റീഷൻ. ഡ്രോയിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാ വൈൽഡ് ക്രീച്ചർ. ഇതിൽ ജയിക്കുന്ന ആൾക്ക് കിട്ടുന്ന സമ്മാനമാണ് ഒരു മിന്നിത്തിളങ്ങുന്ന ട്രോഫി. അതിനോടൊപ്പം 1 ലക്ഷം രൂപയുടെ സമ്മാനവും. ഞാനും ഈ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോവുക. നീ വേണേ കണ്ടോ എങ്ങനെ ഞാൻ വരയ്ക്കുമെന്ന്, എന്നിട്ട് ഫസ്റ്റ് മേടിക്കുകയും ചെയ്യും. ഫസ്റ്റ് എന്റെ മോട്ടു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആഹാ മോട്ടു, എന്റെ ചങ്ക എന്റെ ബ്രോ, അവന് പെയിന്റിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയില്ലല്ലോ. ആ മോട്ടു, എന്റെ ചങ്ക എന്റെ ബ്രോ, നീ തിരിച്ചു വന്നല്ലോ. നിന്റെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു വലിയേട്ടാ, കഴിഞ്ഞു. അത് ഭയങ്കര തമാശയായിരുന്നു, അതിനെ കുറിച്ചൊന്നും ചോദിക്കണ്ട. നോക്കൂ എത്ര ഭംഗിയുള്ള തവളയാണെന്ന്. നല്ല രസമില്ലേ? എന്റെ അമ്മോ മോട്ടു, നിന്റെ പെയിന്റ് കണ്ടിട്ട് ആർക്കും ഇഷ്ടപ്പെടും തോന്നില്ല. തവളയുടെ മോന്തര ഷേപ്പ് കണ്ടിട്ട് എല്ലാവർക്കും ചിരി വരുന്ന തോന്നുന്നതാ. നിങ്ങളൊരു കലാകാരന്റെ കലാവാസനെ അപമാനിക്കരുത്. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ചിത്രം വരഞ്ഞ് കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും അത് കണ്ട് കണ്ണ് തള്ളിപ്പോവും. കണ്ടോളൂ. മോട്ടു, കിട്ടിപ്പോയി. ഞാൻ ഇവനെ നോക്കി നോക്കി വരയ്ക്കും. കണ്ടോളൂ. പത്തുലു, മിണ്ടാതെ അവിടെ എങ്ങാനും പോയി ഇരിക്കാൻ നോക്ക്. ഓക്കേ? ഈ മനുഷ്യൻ എന്തായി ചെയ്തുകൊണ്ടിരിക്കണ? ഓ, ഇതപ്പോഴത്തേക്ക് ഇവിടെ വന്ന് നിന്നോ? അല്ല, ഇതിങ്ങനെ ചാടി കളിക്കുകയാണല്ലോ. എന്റെ പെയിന്റിംഗ് ഒക്കെ മോശമാവുമല്ലോ. തവളെ അവിടെ നിക്ക്, മിണ്ടാതെ ഒരു സ്ഥലത്ത് ഇരിക്ക്. എന്റെ തവളെ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് നിക്ക് പ്ലീസ്. ഈ മനുഷ്യൻ എന്ത് ചെയ്യാ കൂട്ടുകാരാ? കുറെ നേരമായിട്ട് എന്റെ എന്തോ ഡ്രോയിങ് ചെയ്തോണ്ടിരിക്കുക. പത്തുലു, എന്റെ ഡ്രോയിങ് ഫിനിഷ് ആയി. കണ്ടോ എങ്ങനെയുണ്ട്? ഒറിജിനൽ തവളയെ പോലെയില്ലേ? ഒറിജിനൽ തവള. ഇതെന്തോന്നായി വരച്ചു വെച്ചിരിക്കണേ കൂട്ടുകാരെ? ഈ മനുഷ്യൻ എന്റെ ഒരു വളരെ പേടിപ്പിക്കുന്ന ചിത്രമാ വരച്ചു വെച്ചിരിക്കണേ. നമുക്ക് ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണ്ടേ? റെഡി? അതെ റെഡി. പത്തുലു, ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി വരച്ച ഡ്രോയിങ് വെറുതെ ആയി പോയി, മാഞ്ഞു പോയി. എന്റെ മോട്ടു, കരച്ചിലൊന്നും നിർത്ത്. നീ ഒന്ന് സമാധാനായിരിക്കെ. ഇതില്ലെങ്കിൽ എന്താ, നിനക്ക് വേറൊരു അനിമലിന്റെ പെയിന്റിംഗ് ചെയ്തുകൂടെ? ഞാൻ വീണ്ടും ഒരു പുതിയ ഡ്രോയിങ് വരയ്ക്കാൻ പോവുക. പുതിയ ഡ്രോയിങ്. ശരി മോട്ടു, ശരി. നീ ഇവിടെ ഇരുന്ന് പുതിയൊരു പെയിന്റിംഗ് വരയ്ക്ക്. ഞാൻ വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് ജോലികൾ തീർത്തിട്ട് വന്നേക്കാം. ഓക്കേ? ആ, മനസ്സിലായി, നല്ലോണം മനസ്സിലായി. ഞാൻ ഇപ്പൊ തന്നെ നിന്നെ ഒരു ഭംഗിയുള്ള ചന്തമുള്ള തവളയാക്കി മാറ്റാം. അതെ, നീ അത് കൊണ്ടുപോയിക്കോ. ഞങ്ങള് മോട്ടുവിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നോളാം. ഓക്കേ? ഞാൻ എന്തിനാ ഡ്രോയിങ് വരയ്ക്കുക? അതെ മോട്ടു, നീ എങ്ങോട്ടേ നോക്കി നിക്കുന്നത്? നീ അത് കണ്ടോ? നല്ല വലിയ ഭംഗിയുള്ള ഒരു തവള അവിടെ ഇരിക്കുന്നതാ. ഇതുപോലത്തെ തവളയൊക്കെ ഭയങ്കര ആരോഗ്യമുള്ളതാണ്. ഇപ്പൊ ഇതിന് നിനക്ക് വരയ്ക്കാൻ പറ്റും. വലിയേട്ടാ, നിങ്ങൾ വേണേ കണ്ടോളൂ ഞാൻ എത്ര മനോഹരമായിട്ട് ഡ്രോയിങ് വരയ്ക്കാൻ പോകുന്നത്. ഈ തവള കൈ ദേ രണ്ടും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാവുമായിരുന്നു. ഞാനിപ്പോ അതിന്റെ കൈ അതുപോലെ ഒന്ന് വെക്കട്ടെ. ഇതാണ് കറക്റ്റ് പോസ്. ഈ ഡ്രോയിങ് ശരിയായില്ല. ഒന്ന് ശരിയായി വരുന്നില്ലല്ലോ. വലിയേട്ടാ,
ഒരു നല്ല പോസ് കൂടി എന്റെ ബുദ്ധിയിൽ ഉദിച്ചിട്ടുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് ഈ തവള എങ്ങോട്ട് ഓടിപ്പോവില്ലെന്ന്? എന്റെ മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, 2 തവള നിന്റെ പുറകിലുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ ജഡ്കയും ഗസീറ്റാറാമും എന്നെ ഇവിടെ നിൽക്കാൻ വേണ്ടിട്ടാ പറയുന്നേന്നാ. ഇതെവിടുന്ന് വന്ന തവളയാ? ഇതിനെ ഇവിടെയെങ്ങും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എവിടെന്നെങ്കിലും വന്നോട്ടെ, പക്ഷെ പേടിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാ ആ മുതല നമ്മുടെ ജീവന്റെ പുറകെ എപ്പോഴും. ഇനി നമ്മളിപ്പോ ഈ തവളെ അതിന്റെ ഭക്ഷണമായിട്ട് കൊടുത്താൽ ആ മുതലച്ചന്റെ 1 മാസത്തേക്കുള്ള ഭക്ഷണത്തിന്റെ ഒരു തീരുമാനം അങ്ങ് ആവും. പിന്നെ നമുക്ക് മനസമാധാനത്തോടെ അങ്ങ് ജീവിക്കാം. അപ്പോ വേട്ടക്കാരന്റെ അടുത്തേക്ക് ഏര തന്നെ നടന്നെത്തുകയാണോ? പറ, എന്താ കാര്യം? എന്താ കാര്യം? മുതലേ ആശാനെ, നിങ്ങൾ എന്താ ഞങ്ങളെ പോലുള്ള ചെറിയ കുഞ്ഞുങ്ങളെ പിടിക്കുന്നത്? ദേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, എന്തിനും മാത്രം വലിയ തവളകളാ അവിടെ ഉള്ളത്. ഒന്ന് പിടിച്ചൊന്ന് തിന്ന് നോക്കിയാട്ടെ, മാസക്കണക്കിന് പിന്നെ വിശക്കില്ല. എന്താ പറഞ്ഞ? അത്രയും വലുതോ? 1 മാസത്തേക്കുള്ള ഭക്ഷണം ഒരുമിച്ചോ? പെട്ടെന്ന് പറ എവിടെയാന്നവൻ? ഇനിയിപ്പോ സത്യത്തിൽ അവൻ അത്രയും വലുതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നിങ്ങളെ ഒരു കാലത്തും ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കില്ല. ഇത്രയും വലിയ തവളയോ? ഓടിക്കോ ഓടിക്കോ തവള സുഹൃത്തെ, ഓടിക്കോ. ഈ ഡോക്ടർ ജഡ്ക എന്നോടെന്തിനാ ഓടാൻ വേണ്ടി പറയുന്നത്? ഓടിക്കണ്ടല്ലോ, ദേ മുതല വന്നിരിക്കുന്നു. തവളെ വേഗം ഓടിക്കോ, പുറകെ മുതല വന്ന് ഇരിപ്പുണ്ട്. അതെ, കൊള്ളാം കൊള്ളാം കൊള്ളാം. മുതലയും വന്ന് നിന്നല്ലോ. 10 ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ. 1 പകരം 2 എണ്ണല്ലേ വന്നിരിക്കുന്നത്. മുതലയുടെ കൂടെ തവളയുടെ ചിത്രവും വളരെ റിയൽ ആയിട്ടുണ്ടാവുമല്ലോ. നിക്ക്, ഈ പോസ് ശരിയല്ല കേട്ടോ. പോസ് ഇങ്ങനെയല്ല വേണ്ടത്, ഇതുപോലെ ഇങ്ങനെ. ഈ പോസ് ഇപ്പൊ ശരിയാണ് കേട്ടോ. മുതലയാണ്. ഡോക്ടർ ജഡ്ക എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇതെങ്ങോട്ടാ പോകുന്നത്? പോസ് തരൂ. അതെ, അവിടെ നിൽക്കാൻ. എടോ മുതലത്തവളെ. എന്റെ ചങ്ക്, എന്റെ ബ്രോ, ആ സൂട്ടിലൊരു ചെയിനുണ്ട്. ആ ചെയിൻ വലിച്ചാൽ പത്ലൂന് പുറത്തു വരാം. അതെ, എന്നെ വിടാനാ പറഞ്ഞ്. ഇതെവിടെ പോയി? ഡോക്ടർ ജഡ്ക പത്ലു, നീ എങ്ങനെ ഈ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്? എന്റെ മോട്ടു, അതൊരു വലിയ നീളമുള്ള കഥയാണ്. ഞാൻ പിന്നീട് പറഞ്ഞു തരാം. പത്ലു, എന്റെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ദേ കണ്ടില്ലേ, നോക്കൂ. പക്ഷേ അറിയില്ല ആ മുതലയും തവള എങ്ങോട്ടാ പോയതെന്ന്. അതെവിടേക്ക് ഓടിയാലും എന്താ, നിന്റെ പെയിന്റിങ് പൂർത്തിയായില്ലേ? പിന്നെന്താ, വാ നമുക്ക് ഇവിടുന്ന് പോകാം. ആഹാ, എന്ത് നല്ല റിയാലിറ്റിയായി ഈ ഫോട്ടോയ്യ.
ഈ മുതലയും തവളയും കാണുമ്പോ ഇപ്പൊ പുറത്തേക്ക് ചാടുമെന്ന് തോന്നും. പക്ഷേ ഈ തവളയുടെ ഇതിൽ എന്താണ് തിളങ്ങുന്നത്? ആരുടെ ഡ്രോയിങ്? മേയർ സാറേ, ഇത് മോട്ടു വരച്ച ചിത്രമാണ്. മോട്ടു ഈ ചിത്രത്തിലൂടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആ തവള അതിന്റെ മനസ്സും കണ്ണുകളും കൊണ്ട് ഈ ലോകം മുഴുവനും കാണുന്നുവെന്ന്. അതായത് അതിന്റെ കണ്ണുകൾ മേലെയാണ്, മനസ്സിന്റെ കണ്ണ് അകത്താണ് എന്ന്. എത്ര നല്ല ഇൻസ്പിറേഷണൽ തോട്ടാ. സമ്മതിച്ചിരിക്കുന്നു. ഇന്നത്തെ ഡ്രോയിങ് കോമ്പറ്റീഷനിലെ വിന്നറാണ് മോട്ടു. തവളയെയും മുതലയെയും വെച്ചാണ് ഒരുപാട് പെയിന്റിംഗ് വരയ്ക്കാൻ പോകുന്നത്. Watch India's largest kids library only on Geo Hotstar. Download the app now.